Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. ക്യാഷ്യറെ കുത്തിവീഴ്ത്തി 20 ലക്ഷത്തിലധികം രൂപ കവർച്ച ചെയ്ത സംഭവം കൃത്യമായി പ്ലാൻ ചെയ്ത് നടപ്പാക്കിയതെന്ന് BKD മാനേജിംഗ് ഡയറക്ടർ VP തങ്കച്ചൻ. ഒരാഴ്ച മുൻപാണ് കാലടിയിൽ വെച്ച് ബൈക്കിലെത്തിയ മോഷ്ടാക്കൾ BKD വെജിറ്റബിൾസിന്റെ ക്യാഷ്യറെ കുത്തിവീഴ്ത്തി പണവുമായി കടന്നു കളഞ്ഞത്. 100% ഒരു പ്ലാനിങ്ങിൻ്റെ പുറത്ത് വന്നിരിക്കുന്ന കാര്യമാണ്. ഇന്നൊരു ദിവസം കൊണ്ട് ഒരിക്കലും നടക്കില്ല. ഇത് പട്ടാപ്പകല് ഇങ്ങനെ ഒരു സംഭവം ഒരിക്കലും നടക്കില്ല. എൻ്റെ കൂടെ നിൽക്കുന്നതിൽ ആരെങ്കിലും ഇതിൻ്റെ പുറകിലുണ്ടാകണം. ഈ കാര്യങ്ങളെപ്പറ്റി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടാകണം. ഇന്നുവരെ ഒരു സംഭവം എൻ്റെ ഇന്ന് ഒരുപോലും ഒരു കളവ് പോയിട്ടില്ല. അങ്ങനെ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായില്ല. എന്തായാലും എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ഞാനായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ആയിട്ടില്ലാതെ ഇത് ഇത്ര കറക്റ്റായിട്ട് നടക്കാൻ സാധ്യതയില്ല. ഈ ബൈക്ക് വന്നു കഴിഞ്ഞിട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്തു, കാലി സ്റ്റേഷനിൽ കൊണ്ടുവന്നു. അവിടെ നിന്ന് ഇപ്പോൾ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവണം. ക്യാഷ്യറെ കുത്തിവീഴ്ത്തി 20 ലക്ഷത്തിലധികം രൂപ കവർച്ച ചെയ്ത സംഭവം കൃത്യമായി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയതെന്ന് BKD മാനേജിംഗ് ഡയറക്ടർ VP തങ്കച്ചൻ. ഒരാഴ്ച മുൻപാണ് കാലടിയിൽ വെച്ച് ബൈക്കിലെത്തിയ മോഷ്ടാക്കൾ BKD വെജിറ്റബിൾസിന്റെ ക്യാഷ്യറെ കുത്തിവീഴ്ത്തി പണവുമായി കടന്നുകളഞ്ഞത്. 27-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് എൻ്റെ ഓഫീസ് പൂട്ടി ക്യാഷ്യർ വീട്ടിലേക്ക് പൈസ കൊണ്ടുവരുന്ന വഴി ടെലിഫോൺ എക്സ്ചേഞ്ചിൻ്റെ റോഡിലൂടെയാണ് വന്നതെന്ന്. കാലടിയിൽ മൊത്തം ബ്ലോക്കായിരുന്നു വഴി. അപ്പോൾ അതുകൊണ്ട് എളുപ്പം നോക്കി അതിൽ വന്നതാണ്. വന്ന് മെയിൻ റോഡിലേക്ക് കയറുന്നതിന് മുമ്പ് ഒരു ബൈക്കിൽ വന്ന രണ്ടാൾ അദ്ദേഹത്തെ മുട്ടി മറച്ചിട്ടിട്ട് കത്തി കൊണ്ട് കുത്തി കയ്യിലുണ്ടായിരുന്ന ബാഗ് അങ്ങനെ തന്നെ അടിച്ചുകൊണ്ട് പോയി. പുള്ളി കുത്ത് കുറച്ച് മാരകമായിരുന്നു. രക്തം മറന്ന് അവിടെ കിടക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ സ്റ്റാഫ് തന്നെ തങ്കച്ചൻ്റെ മുൻപിൽ ബൈക്കിൽ പോയിരുന്നു. അപ്പോൾ ഒച്ച കേട്ടവർ തിരിഞ്ഞു നോക്കിയപ്പോൾ ആളെ കാണാതായപ്പോൾ തിരിച്ചു വന്ന് നോക്കുമ്പോൾ ആൾ വീണ് കിടക്കുകയാണ്. ആളെടുത്ത് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. പൈസയുടെ പൊതിയിൽ മൊത്തം 4 പൊതി ഉണ്ടായിരുന്നു. അതിൽ 2 പൊതി അവർ കൊണ്ടുപോയി. വണ്ടി ഇടിച്ചപ്പോൾ എൻ്റെ ആഘാതത്തിൽ 2 പൊതി തിരിച്ച് വീണ് കിടന്നിരുന്നു. അതിപ്പോൾ അവിടുത്തെ അക്കൗണ്ടൻറ്റിൻ്റെ മകൻ കണ്ട് അവരെടുത്ത് അക്കൗണ്ടൻറ്റിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അത് എൻ്റെ ഡ്രൈവർ വണ്ടി കൊണ്ട് ചെന്നപ്പോൾ അവരുടെ കയ്യിൽ കൊടുത്തിരുന്നു. അങ്ങനെ 2 പൊതി തിരിച്ചു കിട്ടി. 2 മെയിൻ പൊതി 2ഉം അവർ കൊണ്ടുപോയി. ഏകദേശം 21 ലക്ഷം രൂപയോളമുണ്ട് 2 പൊതിയിലായിട്ട്. ഈ 4 പൊതി അടങ്ങുന്ന ഒരു ബാഗ് സ്കൂട്ടറിൻ്റെ ഫ്രണ്ടിൽ വെച്ച് ആണ് പുള്ളി വന്നിരുന്നത്. മെയിൻ റോഡിലൂടെയാണ് വരാറ്. വർഷങ്ങളായിട്ട് വരുന്നൊരു കാര്യമാണ്. എല്ലാ ദിവസവും ഇത്രയും എമൗണ്ട് ഒന്നും ഉണ്ടാവില്ല. ചില ദിവസം കുറവുണ്ടാവും, ചില ദിവസം കൂടുതലുണ്ടാവും. അന്ന് കുറച്ചധികം ഉണ്ടായിരുന്നു. കാലടി കാഞ്ഞൂർ റോഡിൽ BSNL ഓഫീസിന് സമീപം കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിയോടെയായിരുന്നു സംഭവം. BKD വെജിറ്റബിൾസ് എന്ന സ്ഥാപനത്തിലെ ക്യാഷ്യർ തങ്കച്ചൻ എന്ന് വിളിക്കുന്ന ഡേവിസ് ബെഞ്ചമിനാണ് മോഷ്ടാക്കളുടെ കുത്തേറ്റത്. അന്നത്തെ കളക്ഷനുമായി പോകുമ്പോഴായിരുന്നു മോഷ്ടാക്കളുടെ ആക്രമണം. മോഷണത്തിന് പിന്നിൽ ഒറ്റ നടന്നിട്ടുണ്ടെന്നാണ് കരുതുന്നത്. പലപ്പോഴും ജോലി ചെയ്യുന്നതിലുള്ള വീഴ്ചയോ ഉത്തരവാദിത്തമില്ലായ്മയോ മൂലം ചില ഡ്രൈവർമാരെ സ്ഥാപനത്തിൽ നിന്നും പറഞ്ഞു വിട്ടിട്ടുണ്ട് എന്നല്ലാതെ തനിക്ക് ബിസിനസ്സിൽ ശത്രുക്കൾ ഒന്നുമില്ലെന്നും ഇതുവരെയും 1 രൂപ പോലും നഷ്ടമായിട്ടില്ലെന്നും VP തങ്കച്ചൻ പറഞ്ഞു. ഇപ്പോൾ ജോലിയുടെ ഭാഗമായിട്ട് എന്തെങ്കിലും അവരിൽ നിന്നൊരു തെറ്റോ കുറ്റമൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ശാസിക്കുകയോ അല്ലെങ്കിൽ പറഞ്ഞുകൂടെയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ പലരെയും പറഞ്ഞു വിട്ടിട്ടുണ്ട്. നമ്മുടെ അടുത്ത് നിന്ന് ഡ്രൈവർമാരായിട്ട് നിന്നവരും അങ്ങനെ മറ്റുള്ളവർ പലരെയും പറഞ്ഞു വിട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു വഴിയാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും തൊട്ടടുത്തുള്ള ഒരു ആളിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു സംഭവമല്ല, എന്നോ കുറച്ച് അകലിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ആരോ അതിൻ്റെ പുറകിലൊരു ഒറ്റുണ്ടാകണം. അത് ആരാന്നുള്ളത് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സംശയം തോന്നത്തക്ക രീതിയിലുള്ളൊരു കാര്യങ്ങളില്ല. അതിൻ്റെ കാരണം ഇപ്പോൾ ഓഫീസിലേക്ക് പലപ്പോഴും പലരും വരുന്നുണ്ടല്ലോ. ഇപ്പോൾ പൈസ വാങ്ങാൻ ആരെങ്കിലുമൊക്കെ വരും, ഡ്രൈവേഴ്സ് വരും, അല്ലെങ്കിൽ പരിചയമില്ലാത്ത ഒരാൾ പോലും. ഈ വ്യക്തികൾ വരെ ഗേറ്റ് കടന്ന് വന്നിട്ടില്ല അങ്ങോട്ട്. എൻ്റെ ഓഫീസിൻ്റെ മുകളിൽ അവിടെ ക്യാമറയുണ്ട്. പക്ഷേ അതിൻ്റെ ഗേറ്റിൻ്റെ അവിടെ വരെ കിട്ടുള്ളൂ, അതിൻ്റെ ലെങ്ത്ത് കിട്ടുള്ളൂ. ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടില്ല അവരൊന്നും. ഗേറ്റിന് പുറത്താണ്. അത് എൻ്റെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് അവർ ഇന്ന് മാത്രമല്ല ഇതിനു മുമ്പ് ഈ പരിചയപ്പെടുത്താൻ വന്നവരുണ്ടാവുമല്ലോ ഇങ്ങനെയൊരു സംഭവമൊക്കെ ഇവിടെ നടക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഇതിനു മുമ്പ് വന്ന സ്ഥലവും കാര്യങ്ങളും ഓഫീസ് അടയ്ക്കുന്ന കാര്യവും എല്ലാം അവരെ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇന്നത്തേക്കൊരു ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്നും നമ്മളിൽ നിന്നൊക്കെ ബുദ്ധിമാന്മാരെ കള്ളന്മാർ. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ഫോണൊന്നും ഉപയോഗിച്ചൊരു കാര്യവും ആ ദിവസങ്ങളിൽ ചെയ്യില്ല. എൻ്റെ ഒരു കാൽക്കുലേഷൻ ഇട്ട് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അവർ ഇതിനു മുമ്പ് തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും.
ഇപ്പോൾ ഒരു ദിവസം 2 ദിവസം മുമ്പല്ല, ചിലപ്പോൾ ഒരാഴ്ചയോ 2 ആഴ്ചയോ 1 മാസമോ മുമ്പ് ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്നുള്ളത് അറിഞ്ഞ് ഇവിടുന്ന് പോയി ആരെങ്കിലും ആയിരിക്കാൻ ഇൻഫർമേഷൻ കൊടുത്തിരിക്കുന്നത്. VKD വെജിറ്റബിൾസിലെ മറ്റൊരു സ്റ്റാഫ് സംഭവ സമയത്ത് തൊട്ടുമുൻപിൽ യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. തങ്കച്ചന്റെ കരച്ചിൽ കേട്ട് തിരിച്ചുപോയി നോക്കിയപ്പോഴാണ് കുത്തുകൊണ്ടതും പണം മോഷ്ടിച്ചതും അറിയുന്നത്. തിരിഞ്ഞു നോക്കിയപ്പോൾ ചേട്ടൻ വരുന്നുണ്ട്, പിന്നാലേക്കടെ ഉണ്ട്. അപ്പോൾ ഒരു ബൈക്ക് ഇങ്ങനെ ഒപ്പമുണ്ട്. അപ്പോൾ നമ്മളത് പ്രതീക്ഷിക്കണില്ലല്ലോ, ഇങ്ങനെ ഒരു സംഭവം ഒന്നും നമ്മൾ പ്രതീക്ഷിക്കണില്ലല്ലോ. അപ്പം ഞങ്ങൾ ഇത്ര സ്പീഡിൽ തന്നെ പോയി. ഞങ്ങൾ അങ്ങനെ അവിടെ റോഡ് കടന്ന് കാഞ്ഞൂരാണ് എൻ്റെ വീട്. അപ്പോൾ കാഞ്ഞൂർ റോഡിലേക്ക് കടന്നു കഴിഞ്ഞ് മഠത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ ഭയങ്കര ഒരു കരച്ചിൽ കേട്ടു. കരച്ചിൽ കേട്ടപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ചേട്ടനെ കാണാനില്ല. അപ്പോൾ ഞാൻ വേഗം ചേട്ടനോട് പറഞ്ഞു, മോനോട് പറഞ്ഞു, അങ്ങനെ മോനെ തങ്കച്ചൻ എന്തോ ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് വണ്ടി തിരിക്കടാന്ന് പറഞ്ഞു. ഞാൻ വേഗം വണ്ടി തിരിച്ചു. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ ചേട്ടൻ ഇങ്ങനെ വയറും പൊത്തിപ്പിടിച്ചുകൊണ്ട് ചോരയിൽ ഇങ്ങനെ കുളിച്ച് ഇങ്ങനെ ഇതായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചപ്പോൾ എന്നെ കുത്തിയിട്ട് ക്യാഷ് കൊണ്ട് പോയെന്ന് പറഞ്ഞു. അത് പിന്നെ അപ്പം തന്നെ ആ ചേട്ടൻ അപ്പം തന്നെ അവിടെ നിന്ന് വണ്ടിക്കാരോട് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ആരും ഇങ്ങനെ വണ്ടിക്കാരും അത് മൈൻഡ് ചെയ്തില്ല. പിന്നെ മോൻ തന്നെ അങ്ങൾ വണ്ടിയിൽ കയറി ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ PMM ഹോസ്പിറ്റലിൽ പോയി. അത് കഴിഞ്ഞ് അവിടെ ചെന്നപ്പോൾ രാജഗിരിക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ രാജഗിരിക്കുണ്ട്. പോലീസിന്റെ ഭാഗത്തുനിന്നും പൂർണ്ണമായ സഹകരണമുണ്ടെന്നും വിഷയത്തിൽ അന്വേഷണം ഊർജിതമായി നടക്കുന്നുണ്ടെന്നും VKD തങ്കച്ചൻ പറഞ്ഞു. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ റോബറി നടന്നാൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കുറ്റകൃത്യം നടന്നാൽ അതിൽ പോലീസിന് എടുക്കാവുന്ന മാക്സിമം ആക്ഷൻ ഈ കാര്യത്തിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. അതിൽ പോലീസിനെ പ്രശംസിച്ചേ പറ്റൂ. ഈ ദിവസത്തിന് ശേഷം ഇന്ന് വരെ എൻ്റെ അറിവനുസരിച്ച് അവർ ഊണും ഉറക്കവും ഇല്ലാതെ ഈ പ്രതികളെ പിടിക്കാൻ അതിൻ്റെ പുറകിലുണ്ട്. അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും പോലീസിൻ്റെ ഭാഗത്തുനിന്നും അധികാരികളുടെ ഭാഗത്തുനിന്നും എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെ ഭാഗത്തുനിന്നും നമ്മളുടെ ഭാഗത്ത് ഇങ്ങനെയുള്ളൊരു സംഭവങ്ങളൊക്കെ ഇനിയും തുടർന്നാൽ ഒരു ബിസിനസ്സുകാർക്കൊന്നും ഇപ്പോൾ പകൽ വല്ല പൈസ കൊണ്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകേണ്ട പല കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. അതൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യവും ഭീതിയും ആളുകളിലുണ്ടാവും. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും പോലീസിൻ്റെ ഭാഗത്തുനിന്നും എല്ലാം നല്ല രീതിയിലുള്ള അന്വേഷണവും കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതിൽ എന്തൊക്കെയോ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ വന്നിരുന്ന വാഹനം കണ്ടുപിടിച്ചു എന്നാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ പ്രതി ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയ റൂട്ടുകളെല്ലാം പോലീസ് ഏകദേശം ബോധ്യപ്പെട്ടു. പ്രതിനെ ഐഡൻറ്റിഫൈ ചെയ്തു എന്നാണ് എൻ്റെ അറിവ്. എന്തായാലും അന്വേഷണം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. പ്രതികൾ സഞ്ചരിച്ച ബൈക്ക് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പ്രതി കൊടുങ്ങല്ലൂർ 3 പീടിക സ്വദേശിയാണെന്നും സൂചന ലഭിച്ചിട്ടുണ്ട്. ഞാൻ അറിഞ്ഞോടത്തോളം പ്രതികൾ ഈ അന്ന് അവർ ഉപയോഗിച്ചിരുന്ന ഫോണും മറ്റു കാര്യങ്ങളൊക്കെ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഇതുവരെ ഓൺ ചെയ്തിട്ടില്ല. അതിന് ശേഷം സ്വിച്ച് ഓഫ് ചെയ്ത് ഫോൺ മാറ്റുകയോ ചെയ്തിട്ട് അവർ വീട്ടിൽ നിന്ന് മാറിയിരിക്കുകയാണ്. പ്രതികളുടെ വീട് വരെ പോലീസ് കണ്ടുപിടിച്ചു എന്നാണ് അറിവ്. നമ്മളോട് ഔദ്യോഗികമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അവിടെ ഇവിടെയൊക്കെ പറഞ്ഞ് കേൾക്കുന്ന ഒരു കാര്യങ്ങളിൽ നമുക്കറിയൂ. എന്തായാലും വണ്ടി പിടിച്ചല്ലോ. ഈ വണ്ടി തന്നെയാണ് ഫേക്ക് നമ്പർ വെച്ചാൽ വന്നിരുന്നത്. അതല്ല നമ്പർ, വേറെ നമ്പറാണ്. ഈ വണ്ടി പ്രതികൾക്ക് എടുത്തു കൊടുത്ത ആളെ കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് കിട്ടിയ അറിവ്. അങ്ങനെ ഒരാളെയാണ് ഇവിടെ സ്റ്റേഷനിലുണ്ടായിരുന്നു, കൊണ്ടുവന്നിരുന്നു. ആളെന്ന് ഇന്ന് കോടതിയിൽ പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്, കോടതി കൊണ്ടുപോയെന്ന് പറഞ്ഞു. അതും ഈ കൊടുങ്ങല്ലൂർ ഈ പറഞ്ഞ സ്ഥലത്തിനടുത്തുള്ളതാണ്. കൊടുങ്ങല്ലൂരിനും മറ്റേ ഇരിങ്ങാലക്കുടയ്ക്കും ഒക്കെ ഇടയ്ക്കായിട്ട് വരും. 3 പീടികയാണ് പ്രോപ്പർ സ്ഥലം. മറ്റേ അന്ന് വന്നിരുന്ന 2 ആളിൽ ഒരാളും 3 പീടികക്കാരനാണ്. പുള്ളിയെ കുറച്ച് ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണെന്നാണ് പോലീസിൽ നിന്ന് കിട്ടിയ അറിവ്. നേരിട്ട് ഒരു കാരണവശാലും ഇപ്പോൾ നമ്മളെ അറിയാനൊന്നും ഒരു വഴിയില്ല. 3 പീടികയും നമുക്കായിട്ട് വേറൊരു വലിയ ബന്ധമൊന്നുമില്ല നമുക്ക്. ആകെ ഇപ്പോൾ VKD എന്ന് പറഞ്ഞാൽ അറിയാം. അപ്പോൾ അവിടെയുള്ള 3 പീടികയോ അല്ലെ ആ പരിസരത്തൊക്കെ വെജിറ്റബിള് കോട്ടപ്പുറത്തെ ഷോപ്പിൽ നിന്ന് എടുത്ത് കൊണ്ടുപോകുന്നവരുണ്ട്. പക്ഷെ അവർക്ക് ഇവിടെ ഓഫീസിൽ ഇങ്ങനെയാണ് ഈ സംവിധാനമൊന്നും അവർക്കറിയില്ല. നമ്മുടെ ക്യാഷ് കോട്ടപ്പുറത്തെ പൈസ നമ്മളിവിടെ കൊണ്ടുവരുന്നു, ഓഫീസിൽ വരുന്നു, ഓഫീസിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു എന്നൊന്നും അവർക്കറിയില്ല. അവർക്ക് അവിടെ നിന്ന് എടുക്കുന്ന കാര്യം കാശ് കൊടുക്കുന്നു, അവരവിടെ മാർക്കറ്റിൽ പൈസ കൊടുക്കുന്നു എന്ന് മാത്രമേ അവർക്കറിയുള്ളൂ. വേറെ ഒന്നും അവർക്കറിയില്ല. എന്തായാലും എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ഞാനായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും ആയിട്ടില്ലാതെ ഇത് ഇത്ര കറക്റ്റായിട്ട് നടക്കാൻ സാധ്യതയില്ല.